So, hello my viewers and friends. Like, നമ്മൾ ഇന്നലെ ടൈം കിട്ടിയില്ല, വൈകുന്നേരമാണ്. Who's that? Yeah, that's my friend Avi over there. നമുക്ക് നമ്മുടെ സ്റ്റേയിൻ്റെ അടുത്തു നിന്ന് ബീച്ച് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. കാരണം ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയായിരുന്നു, അത് വൈകുന്നേരമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. ബട്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ ഇന്നലെ കണ്ട ബീച്ചില്ലായിരുന്നോ, അതുപോലല്ല ഈ ബീച്ചിന് എനിക്കധികം എന്തോ അതിന് പറഞ്ഞു ഒരു ഇഷ്ടം തോന്നിയില്ല. കാരണം ഭയങ്കര അബാൻഡൻ ഒരു സ്ഥലം പോലെ ഉണ്ട് ആ ബീച്ച് കാണാൻ. സോ നമുക്കതിപ്പോൾ കാണാൻ എങ്ങനെ ഉണ്ടെന്ന്. ഇവിടുന്ന് ഒരു അറൗണ്ട് 350 മീറ്റേഴ്സ് വാക്കുണ്ട്. സോ വിൽ കവർ ദാറ്റ് ആൻഡ് വിൽ ഗോ. പിന്നെ ഇന്നാണ് ഞങ്ങളുടെ ആക്ച്വലി ലാസ്റ്റ് ഡേ ഇവിടെ ഈ ഒരു സ്ഥലത്ത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങിയിട്ട് തേഴ്സ്ഡേ ഈവനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ. ഇതുവരെ ഞാൻ പറയട്ടെ, ഒരു റിഗ്രറ്റ്സും ഇല്ലാതെ കംപ്ലീറ്റ് ഹാപ്പി ആയിട്ട് നമുക്ക് തോന്നിയ കുറച്ച് ദിവസങ്ങൾ അൽബേനിയ വന്നിട്ട്. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ, റിലാക്സിങ്. അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. സോ അതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ അതുപോലൊരു ടീമും കൂടെ നമുക്കുള്ളതുകൊണ്ട് മാത്രം കേട്ടോ. സോളോ ട്രിപ്സും കാര്യങ്ങളും ഒക്കെ ഇറ്റ്സ് ഫൈൻ. ബട്ട് പേഴ്സണലി വെൻ ഐ വാസ് ട്രാവലിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹാഡ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഇറ്റ്സ് ലൈക്ക് എ ട്രെൻഡ് ടു ഗോ അബ്രോഡ് ആൻഡ് സ്റ്റഡി. സോ അതല്ലാതെ ഏജൻസീസ്, കൺസൾട്ടൻസി ട്രസ്റ്റബിൾ ആണ്. ദേ ആർ ഹെൽപ്പിംഗ് അസ്. ലൈക്ക് ഐ ഓൾസോ കെയിം ഫ്രം ആൻ ഏജൻസി ആൻഡ് ദേ ഹെൽപ്ഡ് മീ വെരി വെൽ. അതുപോലെ തന്നെ ഇഫ് യു വോണ്ട് ടു നോ അബൌട്ട് ദിസ് കൺട്രി ഓർ യു വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ഹൗ അൽബേനിയ ഈസ്, ഇല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റിനെ പറ്റി അറിയാനോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇഫ് യു ഗൈസ് ഹാവ് ദാറ്റ് തിങ് ടു നോ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം അഡ്മിഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് ഐ വാസ് ക്യൂരിയസ് ടു നോ അബൌട്ട് ദിസ് പ്ലേസ്, അബൌട്ട് ദിസ് യൂണിവേഴ്സിറ്റി, എവറിത്തിങ്. ബട്ട് എനിക്ക് എൻ്റെ കയ്യിൽ അധികം സോഴ്സസ് ഇല്ലായിരുന്നു. സോ ഇഫ് യു ഗൈസ് ആർ പ്ലാനിങ് ടു കം ഇൻ അൽബേനിയ ടു സ്റ്റഡി, ഇഫ് യു വോണ്ട് ടു നോ അബൌട്ട് ദിസ് പ്ലേസ്, and if you are selecting Western Balkan University, you can easily DM me. How does it seems in the morning? Kando, you can actually see this place. First in hand experience ഞാൻ ഇവിടെ വന്നപ്പം I really feel like ആ റോങ് ടേണിലൊക്കെ ആ കാടില്ലേ, നമ്മുടെ ഈ കാനിബിൾസ് ആയിട്ടുള്ള ആൾക്കാർ വെയിറ്റിംഗ് ഫോർ ഹ്യൂമൻ ടു കം ഇൻ ടു ദ ടെറിട്ടറി, അതുപോലെ തോന്നി. ഇവിടുത്തെ ബീച്ചും അങ്ങേ അറ്റത്ത് അതുപോലെയൊക്കെ തന്നെ കേട്ടോ. കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. പക്ഷേ ഇവിടുത്തെ ബീച്ചിൻ്റെ ഒരു ഗുണം എന്താ അറിയോ, ഇവിടെ ആക്ച്വലി ഡെപ്ത് ഇല്ല. നിങ്ങൾക്ക് ആ ഒരു ഫ്ലോട്ടിങ് സാധനങ്ങൾ കണ്ടതുകൊണ്ട് അവിടെ ഏകദേശം ആ രണ്ട് സാധനം അവിടം വരെ നിങ്ങൾക്കൊക്കെ ഏകദേശം നടന്നു പോവാം. ഇവിടെ തീരെ ഡെപ്ത് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. ഇതാണ് ഇതിൻ്റെ ഏകദേശം ഷോർ ലൈൻ. ആൻഡ് ഫ്രം ദിസ് ബീച്ച് I got a shell. നല്ലൊരു ഷെല്ലാണ് ആക്ച്വലി. എനിക്ക് പെട്ടെന്ന് തന്നെ അത് കണ്ടപ്പോൾ ഞാനത് സ്പോട്ട് ചെയ്തു. സോ ഐ പിക്ക് ദിസ് അപ്പ്. യു ക്യാൻ ആക്ച്വലി സീ എ ക്രാബ് ഓവർ ഹിയർ. ലൈക്ക് ദിസ് എ ക്രാബ്. ജീവനുണ്ടോ? സോ അങ്ങനെ ബീച്ചസൊക്കെ നിങ്ങൾ കണ്ടതുപോലെ. And now I will be going back.
സോ നമ്മൾ പോകുന്നത് ആ ബീച്ചിൻ്റെ വഴി കൂടെ തന്നെയാണ്. നമ്മൾ ഈ വഴി നേരെയാണ് നടന്നത് ബീച്ചിലേക്ക്. നമുക്കിനി ഇവിടെ നിന്ന് ഞങ്ങൾ ആക്ച്വലി ആ സിറ്റിയുടെ ആ ഭാഗത്തോട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കുറച്ച് വഴിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, വഴി തെറ്റിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, നമ്മളിപ്പം ബീച്ചിന് പാരലൽ റോഡായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണ് ഫ്രണ്ട് വശം. ഇവിടുത്തെ ആ വ്യൂ കാണാൻ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ടിപ്പം നമുക്ക് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഗ്ലോറിയയുടെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ പോയിന്റുകളാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഒരു ബീച്ച്. ആ ബീച്ചിന് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് സത്യം ഞാൻ ആദ്യം കണ്ട ബീച്ചും നമ്മൾ രണ്ടാമത് ഇന്ന് രാവിലെ പോയി എക്സ്പ്ലോർ ചെയ്ത ബീച്ചിനേക്കാളും ടോപ്പാണ് ഈ ബീച്ച്. കാരണം ഇതിൻ്റെ എൻറ്റയർ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഭയങ്കര രസമുണ്ട്. ആ റോഡ് സൈഡ് വ്യൂവും കാര്യങ്ങളും എല്ലാം. വാ ബൈ ബൈ. ഇവിടെ നമുക്ക് കാണാം ഒരു അങ്കിള് ഇവിടെ മറ്റേ പാരാഗ്ലൈഡിങ് പോലത്തെ ആ ഒരു പാരഷൂട്ടിങ്ങിനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫ്രണ്ടിൽ അതിമനോഹരമായ സമുദ്രം, ബ്യൂട്ടിഫുൾ. ഇതാണപ്പം ഇവിടുത്തെ ബീച്ചിൻ്റെ ഒരു ആസ്പെക്റ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ വോക്ക് ചെയ്ത് പോകും. നമ്മുടെ അലൻ ഈ വെയിലത്ത് ജാക്കറ്റ് ഇട്ടിട്ടാണ് ബീച്ചിൽ കൂടെ നടക്കുന്നത്. നമുക്ക് ഷോർ ലൈൻ വഴി പോവാം. ബ്യൂട്ടിഫുൾ ബീച്ചും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മുടെ അടുത്തൊരു പാരാമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെയെങ്കിലും പോകണം. സോ അതിനു വേണ്ടി ലൊക്കേഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ വിൽ ബി സെർച്ചിങ് ഫോർ ദാറ്റ്. അങ്ങനെ ഇത്ര മനോഹരമായ ഒരു ബീച്ചിൽ നിന്നും ബൈ ബൈ. ഡ്രൈവ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ബറാത്ത് കാസലിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട് പറഞ്ഞേ? അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ബറാത്ത് കാസലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ ഇതായിരിക്കും നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ഏകദേശം ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബേസിക്കലി ഒരു പാലമുണ്ട് ഇവിടെ അടുത്ത്. അവിടെ നല്ല ലൈറ്റ്സ്, അത് കുറച്ചുകൂടെ ഇരുട്ടി കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയത്തുള്ളൂ. സോ ഇതിന് ശേഷം നമ്മൾ അവിടെ ആയിരിക്കും. ഇപ്പം നമ്മൾ കാസൽ ആണ് എൻ്റെ പുറകെ കാണുന്നത്. ഇതാണ് ബറാത്ത് കാസൽ. നമ്മുടെ ടീം അവിടെ കാണുന്ന പോലെ പീരങ്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. സോ ഒരു വലിയൊരു ജൈജാൻറ്റിക് കവാടം ഉണ്ട്.
ഇത് കാസിൽ ഓഫ് ബറാത്തിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ. അകത്തുനിന്നൊരു വണ്ടി വരും. സുവനിയർ ഷോപ്പൊക്കെ ഉണ്ട്. എൻ്റെ ഉള്ളിലെ ഭയം തീർക്കാം. ഭയമൊന്നുമില്ല. ഞാൻ ഇപ്പം പോയി ഈ കുതിരക്ക് മലയാളം അറിയാം. എടാ മലയാളീസാണോ? ഇവിടെ ആക്ച്വലി ഇത്രയും സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ. ഞങ്ങൾ ചുമ്മാ താഴെ കൊണ്ടു ചെന്ന് പാർക്ക് ചെയ്തു. സോ നെക്സ്റ്റ് ടൈം ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ആലോചിക്കുക, കാസിലിൻ്റെ മുകളിൽ തൊണ്ട് ഈ ഭാഗത്തായിട്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. കഴിക്കാന്ന് വെച്ച സാധനം 5 പേര് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് കാണുന്നു. സോ ഇതാണ് ബറാത്ത് കാസിലെ നമ്മുടെ മണ്ടയ്ക്ക് വന്ന് കഴിക്കാൻ. അങ്ങനെ ഭക്ഷണം ഫുഡൊക്കെ കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. സ്പൈസി കൂട്ടാൻ പറഞ്ഞപ്പോൾ അവർ പിന്നെ ഓക്കെ ചില്ലി ഫ്ലേക്സ് ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഇതിനിപ്പോൾ ശേഷം ഞങ്ങളിപ്പോൾ നേരെ താഴെ ഒരു ബ്രിഡ്ജുണ്ട്, അവിടെ നല്ല വ്യൂ പോയിന്റ് പോലാണ്. ഇനി അങ്ങോട്ടും കൂടെ പോയിട്ട് വിൽ ബി ബാക്ക് ടു അവർ ഹോസ്റ്റൽ. അങ്ങനെ കാസിൽ എങ്ങനെ ഉണ്ടായിരുന്നടാ തോമസേ? കാസിൽ സൂപ്പർ. ഓക്കെ. അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ബറാത്തിനോട് നമ്മൾ അവസാനമായി വിട പറയുകയാണ്. ഇനി ബാക്ക് ടു നമ്മുടെ അക്കാഡമിക് ഡേയ്സ്, കോളേജ്, പഠിത്തം. സോ ഹോപ്പ് ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഒരു വെക്കേഷൻ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അൽബേനിയ ആസ്പയർ ചെയ്യുന്നവർക്ക് മേ ബി ദിസ് വീഡിയോ ക്യാൻ ഹെൽപ്പ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് റിഗാർഡിംഗ് ദ യൂണിവേഴ്സിറ്റി ഈ ദിസ് കൺട്രി, യു ക്യാൻ ആക്ച്വലി DM me ത്രൂ മൈ ഇൻസ്റ്റ. സോ ഞാൻ എൻ്റെ ഇൻസ്റ്റയുടെ ID ഇവിടെ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ബൈ ബൈ. ബൈ ഗൈസ്. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.